നമസ്കാരം, ഞാൻ ഡോക്ടർ സായിജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സായിജി ടോക്സിലേക്ക് സ്വാഗതം. വളരെ സർവ്വസാധാരണമായി പലരിലും കണ്ടുവരുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാം എന്നാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും പല ആൾക്കാരിലും ക്ഷീണം, കാലുവേദന, കാലിൽ നീര്, അതായത് സൂചി കുത്തുന്നത് പോലുള്ള ഒരു വേദന, പിന്നെ അപൂർവം ചിലരിലെങ്കിലും കാലിൽ നിറവ്യത്യാസം, ചർമ്മത്തിന് നിറവ്യത്യാസം, ഒപ്പം പിന്നെ കാലിൽ നിന്നും വേദന മുകളിലോട്ട് പടരും പോലെയോ അല്ലെങ്കിൽ പുറം വേദന എന്നിങ്ങനെ പലതരത്തിലും, അതിനോടൊപ്പം തന്നെ രാത്രികാലങ്ങളിൽ മസിൽ ഉരുണ്ട് കയറ്റാം എന്നിങ്ങനെ പല പ്രശ്നങ്ങളും കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ സാധാരണയായി കണ്ടുവരുമ്പോൾ പ്രത്യേകിച്ചും കണങ്കാലിൽ നീര്, കുറച്ചധികം നേരം തൂക്കിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, കുറേ എക്സേഷനൊക്കെ കഴിഞ്ഞാൽ, കുറേ യാത്രാ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴും ഒക്കെ നമ്മുടെ കാലിൽ ഇങ്ങനെ നീരും വേദനയൊക്കെ കാണാറുണ്ട്. അങ്ങനെ കാണുമ്പോൾ നമ്മൾ തീർച്ചയായും അവിടെ സംശയിക്കേണ്ടത്, അല്ലെങ്കിൽ ഉറപ്പായും നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്നുള്ള CVI എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ടാണ്, അവസ്ഥാവിശേഷമാണ്. കാരണം അത് നമുക്കറിയാം, നമ്മുടെ രക്തത്തിൽ നിന്നും ധമനികൾ വളരെ പലപ്പോഴും ശുദ്ധരക്തം നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത് പോലെ തന്നെ കാലിൻ്റെയും ബാക്കിയുള്ള ഭാഗത്തുള്ള പല ഞരമ്പുകളും ഒക്കെ അശുദ്ധ രക്തം നമ്മളെ തിരിച്ച് ഈ രക്തം ഹൃദയത്തിലോട്ട് കൊണ്ടുപോകുന്നതാണ്. അവിടെ നിന്ന് അത് വീണ്ടും ശരിക്കും ലങ്സിലോട്ട് കൊണ്ടുവന്ന് പ്യൂരിഫൈ ചെയ്ത് വീണ്ടും ഹാർട്ടിലോട്ട് വന്ന് തന്നെയാണ് അയോർട്ട വഴി ശരീരത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ശുദ്ധരക്തം എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ പ്രശ്നം പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് കാലിലോട്ടുള്ള നമ്മുടെ ഞരമ്പിൻ്റെ അല്ലെങ്കിൽ ആ വെയിനിൻ്റെ ഒരു വീനസ് ഇൻസഫിഷ്യൻസി, അതിൻ്റെ വാൽവിനുള്ള ഒരു തകരാറാണ് നമ്മുടെ ഈ പ്രശ്നത്തിന് പലപ്പോഴും ഇതൊരു പ്രശ്നമായി നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലിൽ നിന്നും ഒരു റിട്ടേൺ ഫ്ലോ, വീനസ് റിട്ടേൺ, കാലിൻ്റെ പാദത്തിൽ നിൽക്കുകയുള്ള രക്തം തിരിച്ച് പമ്പ് ചെയ്ത് ഹൃദയത്തിലോട്ട് പോകുന്നതിനും പകരം അവിടെ രക്തം തളം കെട്ടി കിടക്കുക എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു. അതിന് സാധാരണ നമ്മൾ ബ്ലഡ് പൂളിംഗ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ ഞരമ്പുകളിൽ ബ്ലഡ് കെട്ടിക്കിടക്കുകയും സ്റ്റാഗ്നൻ്റായിട്ട് കെട്ടിക്കിടക്കുകയും ചെയ്താൽ അത് സ്വാഭാവികമായ ഒരു ഇൻഫ്ലമേഷൻ ഉള്ള രീതി ഉണ്ടാകുന്നു. അവിടെ നീരുണ്ടാകുന്നു, ഒരുപക്ഷെ വേദന ഉണ്ടാകാം, ചിലപ്പോൾ ചൊറിച്ചിലുണ്ടാകാം, സ്കിന്നിന് തന്നെ, ചർമ്മത്തിന് തന്നെ ശരിക്കും ഒരു നിറവ്യത്യാസം ഉണ്ടാകാം. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. ഞരമ്പ് തടിച്ച് ഇതായിട്ട് നമുക്ക് കാണാം. പലപ്പോഴും വെരിക്കോസ് വെയിൻ തുടങ്ങിയ പല പ്രശ്നങ്ങൾക്ക് ഇത്തരത്തിൽ നമ്മളത് കാണാറുണ്ട് താനും. അപ്പോൾ ഈ പ്രശ്നം എന്താണ് ഇതെടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും അങ്ങനെ തളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ അത് സ്റ്റാഗ്നേറ്റഡ് ബ്ലഡായി കഴിയുമ്പോൾ തീർച്ചയായും അവിടെ രക്തശുദ്ധീകരണം നടക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ കാലിലും അല്ലെങ്കിൽ പാദങ്ങളിലുള്ള രക്തം നമ്മൾ നടക്കുമ്പോഴും ഓരോ സമയം നമ്മൾ ഓരോ ചുവട് വയ്ക്കുമ്പോഴും നമ്മുടെ മസിൽസ്, കണങ്കാലിലെ മസിൽസ്, പുറകുള്ള കാഫ് മസിൽസ് എന്താ പറയുക, ആ മസിൽസ് സ്ക്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ഒരു പ്രഷർ ഉണ്ടാക്കിയിട്ട് അത് തന്നെ നമ്മളെ ഞരമ്പുകളിൽ നിന്നുള്ള രക്തത്തിൽ തിരിച്ച് പമ്പ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വാൽവുലാർ ഇൻകോമ്പിറ്റൻസി അല്ലെങ്കിൽ വാൽവുകൾക്ക് ഏതെങ്കിലും തരത്തിൽ തകരാറുകൾ സംഭവിക്കുമ്പോൾ ആ രക്തം അവിടെ കെട്ടിക്കിടക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഇത്തരം ഒരു സ്ഥിതിവിശേഷം അല്ലെങ്കിൽ ഒരവസ്ഥയെ വരുമ്പോൾ പലരും ഇത് ഒരു വാദമാണ് എന്നുള്ള രീതിക്ക് ഒരു ചിന്തിക്കുകയും വാദത്തിന് വേണ്ടിയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലേപനങ്ങളും കാര്യങ്ങളും പുറമേ വാങ്ങി പുരട്ടുകയും ജസ്റ്റ് ഒന്ന് തടവി വിടുകയും ചെയ്യുകയാണ് പതിവുള്ളത്. അപ്പോൾ അതല്ല ഇതിനകത്തുള്ള കാരണം. നമ്മുടെ ഈ സൈക്കിൾ ടയറിനകത്ത് കാറ്റടിക്കുന്നത് പോലുള്ള ഒരേ അവസ്ഥ, അത് ഒരു വാൽവ് ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഈ ധമനികൾക്കും ചില വാൽവുകളുണ്ട്. അത് രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പമ്പ് ചെയ്ത് കൊണ്ടുപോകാനുള്ള തരത്തിലുള്ള നമ്മളെ സഹായിക്കുന്നത് ധമനികൾക്കുള്ളിൽ കാണുന്ന ഇത്തരം വാൽവുകളുടെ ചില മെക്കാനിസം കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്ന് ചിന്തിക്കാം, ആർക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായി വരുന്നത്? നമ്മൾ കൂടുതലായി കണ്ടുവരുന്നത് ഒന്ന് സെഡൻറ്ററി ഹാബിറ്റ്സ്, അധികമായി വ്യായാമക്കുറവുള്ളവർക്ക്, വ്യായാമമില്ലാത്തവർക്ക്, അമിതമായ ഭാരമുള്ളവർക്ക്, കുറച്ച് നമ്മുടെ ഓവർ വെയിറ്റ് ആയിട്ടുള്ളവർക്ക്, കുറച്ച് ഒബീസ് ആയിട്ടുള്ളവർക്ക്, ഒപ്പം അധിക സമയം നിൽക്കേണ്ടി വരുന്നവർക്ക്, കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യേണ്ടി വരിക, പിന്നെ മറ്റു ചില അവസരങ്ങളിൽ റിപ്പീറ്റഡ് പ്രഗ്നൻസി, വളരെ ഗ്യാപ്പില്ലാതെ തന്നെ കൂടുതലായിട്ടുള്ള പ്രസവ കാര്യങ്ങളൊക്കെ വരുന്ന വ്യക്തികൾക്ക്, ഇനി വെരിക്കോസ് വെയിൻസ് ഉള്ളവർക്ക്, ഇതിനുപരിയായി
പ്രമേഹമുള്ളവർക്ക്, അതുപോലെ തന്നെ നമുക്ക് പറയാൻ കഴിയും നല്ല കടുത്ത പുകവലിക്കാർക്കും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ശരിക്കും അതിനെ നമ്മൾ പറയുന്നത് TAO എന്നാണ്, ത്രോംബോ ആൻജിന ഒബ്ലിറ്ററൻസ് എന്ന് പറയുന്ന ഒരവസ്ഥ. ഈ ധമനികളിൽ പുകവലിയുടെ ദൂഷ്യവശങ്ങൾ കൊണ്ട് ആ ധമനികളിൽ കേടുപാടുകൾ സംഭവിക്കുകയും ഈ പറയുന്ന രീതിക്കുള്ള വീനസ് റിട്ടേൺസ് കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ അവിടെ ബ്ലഡ് കെട്ടിക്കിടക്കുകയും രാത്രി കാലങ്ങളിൽ പൊതുവെ അസഹ്യമായ വേദനയായിരിക്കും. എന്ത് ചെയ്താലും വേദന കുറയാത്ത ഒരവസ്ഥയും, ഒരുപക്ഷെ കണങ്കാലിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അൾസർ പോലെ, ഒരു വ്രണം പോലെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കണങ്കാലിനുള്ള സാധാരണയുള്ള അങ്ങനെ അൾസർ പോലെ, വ്രണം പോലെ വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന് ഈ പറഞ്ഞ TAOയ്ക്ക് അങ്ങനെ വരാം. വെരിക്കോസ് വെയിൻസ് വന്നു കഴിഞ്ഞാൽ വെരിക്കോസ് അൾസർ വരാം. ഇനി ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റിക് അൾസർ, ഇങ്ങനെ പലതരത്തിലുള്ള ഈ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്താണ് ശരിക്കും വെച്ചാൽ നമ്മുടെ കാലിനകത്തുള്ള ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, പലപ്പോഴും ഇങ്ങനെ ബ്ലഡ് കെട്ടിക്കിടക്കുന്ന ഈ രക്തം തന്നെ ചില അവസരങ്ങളിൽ ഇത് ഒരു ക്ലോട്ടായി രൂപാന്തരം പ്രാപിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ക്ലോട്ടായി രൂപാന്തരം പ്രാപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ധമനികളിൽ തന്നെ അതൊരു ത്രോംബസ്, ഒരു എംബോളയായിട്ട്, ഒരു ക്ലോട്ടായിട്ട് അത് അടഞ്ഞതിന് ശേഷം ശരിക്കും അവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബ്ലഡ് സപ്ലൈക്ക് അത് കാതലായ ശരിക്കും ഒരു തടസ്സം സൃഷ്ടിക്കുന്നു. ഇനി നമുക്കറിയാം ഇത്തരം ഒരു കൊഴുപ്പ് കട്ട ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ അവിടെ അടിയേണ്ടി വന്ന പല വ്യക്തികളും സാധാരണ ഒരു ബെഡ്രിഡൻ പേഷ്യൻസാണ്, കിടപ്പ് രോഗികളിലാണ് നമ്മൾ ഈ അവസ്ഥ കൂടുതലായി കാണുന്നത്. നമുക്കറിയാം കുറേ അധികം ദിവസം കിടരോഗിയായി മാറിയതിന് ശേഷം ഒരുപക്ഷെ ഫ്രാക്ചറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കിടപ്പ് രോഗിയായിരുന്ന ഒരു വ്യക്തി, അയാൾ ആ അസുഖത്തിൽ നിന്നും സുഖം പ്രാപിച്ചിട്ട് എണീറ്റ് നടക്കാൻ പോകുന്ന സമയത്ത് ഒരുപക്ഷെ അന്നോ അതിൻ്റെ അടുത്ത ദിവസമോ മറ്റൊരു ദിവസമോ സമീപത്തുള്ള തൊട്ടടുത്ത ദിവസങ്ങളിൽ കുഴഞ്ഞു വീണ് മരിച്ചതായി നമുക്ക് എത്രയോ വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരിൽ നിന്ന് കുഴഞ്ഞു വീണുള്ള മരണം കൂടുതലാണ്. അതിനുള്ള കാരണങ്ങളും അതിൻ്റെ പ്രതിവിധികളെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ആ വീഡിയോയുടെ ലിങ്ക് കൂടെ നമ്മൾ ഇതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ അങ്ങനെ കിടരോഗിയായിരിക്കുന്ന ഒരു വ്യക്തി എണീറ്റ് നടക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഈ രീതിക്കുള്ള പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കാൻ കാരണം യഥാർത്ഥത്തിൽ ഈ പറയുന്ന വെയിനിൽ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ ഈ ക്ലോട്ട് അവിടെ നിന്ന് ഡിസ്ലോഡ്ജ് ചെയ്ത് മറ്റെവിടെയെങ്കിലും മാറി ഹൃദയത്തിലോട്ട് സപ്ലൈ കൊടുക്കുന്ന ധമനികളിലോ മറ്റേതെങ്കിലും ലെൻസിലോ അങ്ങനെ ഏതെങ്കിലും ധമനികളിൽ പ്രധാനപ്പെട്ട അവയവങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന ധമനികളിൽ എവിടെയെങ്കിലും വന്ന് ബ്ലോക്ക് ആവുന്നു പെട്ടെന്ന് ആവശ്യത്തിനുള്ള ബ്ലഡ് സപ്ലൈ ഓക്സിജൻ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് പെട്ടെന്നുള്ള ഒരു മരണത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് വാൽവിൻ്റെ പ്രശ്നമാണ്. വാൽവിൻ്റെ പ്രശ്നം വരുമ്പോൾ അതിനകത്ത് രക്തം കെട്ടിക്കിടക്കുന്നു. ആ രക്തം കെട്ടിക്കിടക്കി ചിലപ്പോൾ അത് ക്ലോട്ടായി മാറാം. അത് വീനസ് റിട്ടേൺ ഇല്ലാതെ വരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു കാലിൻ്റെ കാഫ് മസിൽസ് സ്ക്യൂസ് ചെയ്താൽ ഓരോ പ്രാവശ്യവും നമ്മൾ നടക്കുമ്പോഴും കാലിൻ്റെ കാഫ് മസിൽസ് സ്ക്യൂസ് ചെയ്ത് ഞരമ്പുകളിൽ കെട്ടിക്കിടക്കുന്ന രക്തം തിരിച്ച് ഹൃദയത്തിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്നു എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ കാഫ് മസിലിൻ്റെ അല്ലെങ്കിൽ കാലിൻ്റെ പിന്നിലുള്ള മസിൽസിന് ഒരുപക്ഷെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാലിൻ്റെ മസിൽസ്, പ്രത്യേകിച്ച് കണങ്കാൽ മസിൽസ് ഏറ്റവും അധികം ശക്തിപ്പെടുത്തുന്നത് നമ്മളെ ഹൃദയാരോഗ്യത്തിനും വളരെയധികം പ്രയോജനം ചെയ്യുമെന്നുള്ളതാണ്. കണങ്കാലിൻ്റെ മസിൽസ് അല്ലെങ്കിൽ കാഫ് മസിൽസ് ശക്തിപ്പെട്ടാൽ, സെക്കൻഡ് ഹാർട്ട് എന്നറിയപ്പെടുന്ന ഹാഫ് മസിൽസ് ശക്തിപ്പെട്ടാൽ പലപ്പോഴും നമുക്ക് ഹൃദ്രോഗ സാധ്യതകളിൽ നിന്നും നമുക്ക് ഒരുപാട് രക്ഷ നേടാൻ സഹായിക്കുമെന്നുള്ളത് കാര്യം കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു പല കാരണങ്ങൾ കൊണ്ടാണ് ഇതുണ്ടാകുന്നത്. എങ്ങനെയാണ് ഇത്തരം അവസരങ്ങളിൽ പലപ്പോഴും നമ്മുടെ ആൾക്കാർ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാദമാണെന്നുള്ള രീതിക്ക് എന്തെങ്കിലും ലേപനങ്ങളോ എണ്ണയോ ഏതെങ്കിലും ആയുർവേദ അല്ലെങ്കിൽ മറ്റു മെഡിക്കൽ ഷോപ്പുകളിൽ ചെന്ന് വാദത്തിനുള്ള എണ്ണകൾ വാങ്ങി തേച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതല്ല ആവശ്യം. ഇതിൻ്റെ ശരിക്കുമുള്ള പരിശോധന നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രഷർ സ്റ്റഡീസും അല്ലെങ്കിൽ ഡോപ്ലർ സ്റ്റഡി കൊണ്ട് നമുക്ക് ഈ കാലിൻ്റെ വെയിനകത്ത് ഏതെങ്കിലും തടസ്സമുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ആധികാരികമായി മനസ്സിലാക്കാൻ ഇന്ന് കഴിയുമെന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള ചികിത്സ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്.
ഇനി ഇതിനകത്ത് പലപ്പോഴും രാത്രി മസിൽ ഉരുണ്ട് കയറ്റും. അതൊക്കെ ശരിക്കും പൊട്ടാസ്യം സോഡിയത്തിൻ്റെ ചില കെമിക്കൽസിൻ്റേതായ ഒരു ഇംബാലൻസ്, സാൾട്ട്സിൻ്റെ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാകാമെന്നുള്ളതാണ്. അങ്ങനെയും നമുക്ക് കണ്ടുവരുന്നുണ്ട്. ഇനി ഇതിനകത്ത് എന്താണ് പലപ്പോഴും ഇത്തരത്തിലുണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണോ കാരണം ആ കാരണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കൂടുതൽ അധിക സമയം നിൽക്കാതിരിക്കുക, അടുപ്പിച്ചുള്ള റിപ്പീറ്റഡ് പ്രഗ്നൻസി എന്നുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, കൃത്യമായ വ്യായാമം ചെയ്യുക. ഡയബറ്റീസ് അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും അത് നിയന്ത്രണ വിധേയമാക്കി നമ്മൾ നിർത്തുക എന്നുള്ളതാണ്. ഇതിനകത്ത് കാലിന്, ഫൂട്ടിന് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ നിന്നുകൊണ്ട് ചില സ്റ്റെപ്പുകൾ ചെയ്യുമ്പോഴും ഇന്ന് ഈ കാണുന്ന മുട്ടുവേദനയാണെങ്കിലും ഈ വെരിക്കോസ് വെയിൻസ് ആണെങ്കിലും അല്ലെങ്കിൽ കാലിൻ്റെ ഇത്തരമുള്ള ഏത് പ്രശ്നത്തിനും നമുക്ക് യഥാർത്ഥത്തിൽ കൂടുതലായി നമ്മൾ ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ അരയ്ക്ക് താഴോട്ടുള്ള എന്താ പറയുക പെൽവിക് മസിൽസ്, ഒപ്പം കാലിൻ്റെ മസിൽസിനാണ്. അതിലേറ്റവും ഉത്തമമായ എക്സസൈസ് എന്ന് പറയുന്നത് സിറ്റപ്പ് സ്റ്റെപ്സ് ആണ്. ഇത്തരം പ്രശ്നങ്ങളുള്ള രോഗികൾ, പ്രത്യേകിച്ച് വീട്ടമ്മമാർ, ഒരു കാരണവശാലും അടുക്കളയിലോ ബാക്കി എവിടെയാണെങ്കിലും ശരി കൂടുതൽ സമയം ഒരേ രീതിക്ക് നിൽക്കാനുള്ള പ്രവണത ഒഴിവാക്കുക എന്നുള്ളതാണ്. അവർക്ക് അടുക്കളയിൽ പാചകം ചെയ്യുമ്പോഴോ ബാക്കി എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വുഡൻ പ്ലാങ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരക്കഷ്ണം പോലുള്ള സാധനങ്ങൾ അവിടെ വെച്ചിട്ട് കുറച്ച് സമയം കാല് എലിവേറ്റ് ചെയ്ത് വയ്ക്കുക, പിന്നെ താഴെ മാറ്റി വയ്ക്കാം. തുടർച്ചയായി നിൽക്കുക എന്നുള്ള പ്രവണത ഒഴിവാക്കണം. അമിതമായ ഭാരം നിയന്ത്രിക്കുകയും വേണം. പിന്നെ സിറ്റപ്പ് സ്റ്റെപ്സ് ഒരു 10-15 പ്രാവശ്യം ഇരുന്ന് എണീക്കുക എന്നുള്ളതും ഈ പറയുന്ന പ്രശ്നത്തിന് വളരെ പരമപ്രധാനമാണ്. അതുപോലെ അതുപോലെ തന്നെ കാലിൻ്റെ പാദങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് കാലിൻ്റെ പാദങ്ങൾ ശരീരത്തിന് അഭിമുഖമായി മുമ്പോട്ടോ പുറകോട്ടോ ചലിപ്പിക്കുക, അല്ലെങ്കിൽ പാദത്തിൽ തന്നെ ഒരു തൂർത്തോ അല്ലെങ്കിൽ ഒരു ടവല് പോലെ ഇട്ടിട്ട് ഇങ്ങനെ ശരിക്കും വലിച്ചു പിടിക്കുക. പിന്നെ അത്തരത്തിലുള്ള എക്സസൈസ്, ജോഗിങ്, നടത്തം, ഇങ്ങനെയുള്ള എക്സസൈസ് കാലിൻ്റെ ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു പരിധിവരെ ഈ പ്രശ്നത്തിൽ നമുക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി ഒരുപക്ഷെ കുറച്ച് അധികരിച്ച തരത്തിലുള്ള വേദനയും പ്രയാസവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റോക്കിങ്സൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് കാലിൻ്റെ അവിടെ ചുറ്റിക്കെട്ടുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടെ ചെയ്താൽ ഇത് ഫലവത്തായിരിക്കും എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. പിന്നെ എന്താണോ കാരണം ആ കാരണം അറിഞ്ഞ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്കിതിനകത്ത് എടുത്ത് പറയാനുള്ളതായ ഒരു വിഷയം. പിന്നെ ഇത് ഈ ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്ന് പറയുന്ന ഈ പ്രശ്നം ഇപ്പോൾ പല തരത്തിൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. ആ പ്രയാസം ശരിക്കും എന്തിനാണ് ഈ വീഡിയോയുടെ ഉദ്ദേശമെന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ, പല ആൾക്കാരും അറിയാവുന്നവർ ഒരുപാട് പേരുണ്ടെങ്കിലും കാലുവേദന അല്ലെങ്കിൽ ഇത്തരം വേദനകളൊക്കെ വരുമ്പോൾ അത് വാദമാണ് എന്നുള്ള പ്രകടമായ ഒരു ചിന്ത നമ്മളെ മനസ്സിൽ വരികയും അതിനെ ഒഴിവാക്കിക്കൊണ്ട് ഇതാണ് നമ്മുടെ വെയിനിനകത്തുള്ള അല്ലെങ്കിൽ ഞരമ്പിനകത്തുള്ള വാൽവിൻ്റെ പ്രശ്നമാണെന്ന് സ്വയം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് വേദന എന്ന് മാത്രമല്ല, പലപ്പോഴും ഇതിനകത്തൊരു ഡിസ്കളറേഷൻ ഉണ്ടാക്കി, ഞാൻ നേരത്തെ പറഞ്ഞ അൾസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് വെരിക്കോസ് അൾസറാവാം, ഏത് തരത്തിലുള്ള അൾസറാവാം. അപ്പോൾ ഏത് അൾസറാണെങ്കിലും അത് നമുക്ക് ഭാവിയിൽ ഭയങ്കരമായ ശരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ്. നമുക്കറിയാം ഒരുപാട് കടുത്ത പ്രമേഹ രോഗികൾക്ക് ഒരുപക്ഷെ അവർ ചെരുപ്പിട്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റില്ല. അവരുടെ പാദങ്ങളിൽ നിന്ന് ചെരുപ്പ് ഊരിപ്പോയിരുന്നാൽ പോലും അവർക്ക് അറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ നമ്മൾ മുഖത്തിനോടൊപ്പം മുഖത്തിന് കൊടുക്കുന്ന അതേ തരത്തിലുള്ള പ്രാധാന്യം നമ്മുടെ കാലിനും കണക്കാലിനും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ്. പ്രമേഹ രോഗികൾ പ്രത്യേകിച്ച് രാത്രി നല്ലവണ്ണം ഇളം ചൂടുള്ള വെള്ളത്തിൽ കാരണം അവർക്ക് ഈ സെൻസേഷൻ കുറവായതുകൊണ്ട് ഒരുപക്ഷെ നല്ല ചൂടൊക്കെ വെള്ളം എടുത്ത് നമുക്ക് അവിടെ ഒഴിച്ചാൽ പോലും നമുക്ക് അറിയാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഇളം ചൂടുള്ള ലൂക്ക് വാം വാട്ടർ വെച്ച് കാലൊക്കെ നല്ലവണ്ണം വേണമെങ്കിൽ അല്പം ഉപ്പിടാം, അതിട്ട് കഴുകി കാല് ശുദ്ധിയാക്കി വയ്ക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ സ്കിന്ന് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സ്കിൻ ഡിസ്കളറേഷന് പുറമേ തന്നെ ചില ആൾക്കാരിലെ ലിപ്പോഡെർമാറ്റോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന ചർമ്മം കട്ടിപിടിക്കുന്ന ഒരു തരം അവസ്ഥയും കാണുന്നുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന വീനസ് ഇൻസഫിഷ്യൻസി കൊണ്ട് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ മെസ്സേജ്. ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ എന്നുള്ളതിനേക്കാളും ഏറെ അതുപോലെയോ അതിന് തുല്യമായോ അതിനപ്പുറമായോ തരത്തിൽ നമ്മുടെ കാലുകളുടെ പേശികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ അതിന് ഇമ്പോർട്ടൻസ് നമ്മൾ ശ്രദ്ധ കൊടുക്കുക. നമ്മുടെ കാലിൽ നീരുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാലിൽ നീരുണ്ടെങ്കിൽ നമ്മുടെ ഞരമ്പുകൾ എന്തെങ്കിലും തെളിഞ്ഞ് കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക.
രാത്രി വേദന കൂടുന്നുണ്ടോ എന്ന് നോക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി വിലയിരുത്തുവാനും മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്ന് എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും മറ്റൊരവസരത്തിൽ വരുന്നതാണ്. അതുവരെയും നന്ദി, നമസ്കാരം, താങ്ക് യു.